Hi students, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിലെ കുറച്ച് തിയറി പോയിന്റ്സ് ആണ്. നമുക്ക് ആ തിയറി പോയിന്റ്സിലേക്ക് പോകാം. നമുക്ക് ഒന്നാമത്തെ പോയിന്റിലേക്ക് പോകാം. മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ബയോട്ട് സവാർട്ട്സ് ലോ. ഹാൻസ് ക്രിസ്റ്റ്യൻ ഈർസ്റ്റഡ് അല്ലെങ്കിൽ ഓയിസ്റ്റഡ് നമ്മൾ എഴുതും. ഹാൻസ് ക്രിസ്റ്റ്യൻ ഈർസ്റ്റഡ് ഡിസ്കവേർഡ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കണ്ടക്ടർ ക്യാരിയിങ് ഇലക്ട്രിക് കറണ്ട്. അതായത് ഒരു ഇലക്ട്രിക് കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും എന്ന് കണ്ടുപിടിച്ചത് നമ്മുടെ ഹാൻസ് ക്രിസ്റ്റ്യൻ ഈർസ്റ്റഡ് ആണ്. അതർ റിലേറ്റഡ് ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. A magnet at rest produces a magnetic field around it, while an electric charge at rest produces an electric field around it. അതായത് റെസ്റ്റിലുള്ള ഒരു മാഗ്നറ്റ് അതിനു ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു. റെസ്റ്റിലുള്ള ഒരു ചാർജ് അതിനു ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, a current carrying conductor has a magnetic field and not an electric field around it. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നു, പക്ഷേ ഒരു ഇലക്ട്രിക് ഫീൽഡ് അതിനു ചുറ്റും ഇല്ല. എന്നാൽ ഓൺ ദ അതർ ഹാൻഡ് എ ചാർജ് മൂവിംഗ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി ഹാസ് ആൻ ഇലക്ട്രിക് ആസ് വെൽ ആസ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജ് അതിൻ്റെ യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ മൂവിങ് ചാർജ് പ്രൊഡ്യൂസേഴ്സ് ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നമുക്ക് പറയാം. അടുത്ത പോയിന്റ്, ആൻ ഇലക്ട്രിക് ഫീൽഡ് കൻ നോട്ട് ബി പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് എ ചാർജ് വേറാസ് എ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് എ മാഗ്നറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ചാർജ് ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡിനെ മാഗ്നറ്റ് ഇല്ലാതെയും നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ? എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസേഴ്സ് എ മാഗ്നറ്റിക് ഫീൽഡ്. ശരിയല്ലേ? അപ്പോൾ ഒരു മാഗ്നറ്റ് ഇല്ലാതെയും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാം. എന്നാൽ ചാർജ് ഇല്ലാതെ ഒരു ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. No poles are produced in a coil carrying current, but such a coil shows north and south polarities. അതായത് ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കോയിലിൽ നമുക്കൊരു പോൾസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ അതെന്ത് കാണിക്കും? നോർത്ത് ആൻഡ് സൗത്ത് പൊളാരിറ്റീസ് കാണിക്കുന്നുണ്ട്. ആൻ ഓസിലേറ്റിംഗ് ഓർ ആൻ ആക്സിലറേറ്റഡ് ചാർജ് പ്രൊഡ്യൂസേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഓൾസോ ഇൻ അഡീഷൻ ടു ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. ഒരു ഓസിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യുന്ന ചാർജുകൾ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് കൂടാതെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അടുത്ത നമ്മുടെ ഹെഡിങ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നുള്ളതാണ്. മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഇൻഡക്ഷൻ ത്രെഡിങ് എ യൂണിറ്റ് ഏരിയ നോർമൽ ടു ദ സർഫസ് എന്നാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളുടെ ആ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇലക്ട്രിക് ഫീൽഡ് പോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഇൻഡക്ഷനും എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ യൂണിറ്റ് NKS സിസ്റ്റത്തിൽ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയറും SI യൂണിറ്റിൽ നമ്മൾ അതിനെ ടെസ്ല എന്നുമാണ് പറയുന്നത്. CGS യൂണിറ്റിൽ അത് അറിയപ്പെടുന്നത് മാക്സ്വെൽ പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഗോസ്. അപ്പോൾ ആ റിലേഷൻ ഓർത്തിരിക്കുക. ഒരു ടെസ്ല 1 ടെസ്ല ഈസ് ഈക്വൽ ടു 1 വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 10⁴ മാക്സ്വെൽ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് 10⁴ ഗോസ് എന്ന് പറയുന്നത്. അപ്പോൾ 1 ടെസ്ല നമുക്ക് എത്ര പറയാം, 10⁴ ഗോസ് ആണ്. അടുത്തതായിട്ട് ബയോട്ട് സവാർട്ട്സ് ലോ എന്താണ് എന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബയോട്ട് സവാർട്ട്സ് ലോ എന്ന് പറയുന്നത് ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു കറണ്ട് എലമെന്റിനെ കൺസിഡർ ചെയ്യുക. അതായത് നീളമുള്ള ഒരു കണ്ടക്ടറിനെ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ഇതൊരു കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. ഈ കണ്ടക്ടറിന്റെ ഒരു ചെറിയ പോർഷൻ, ഓക്കെ, ആ ചെറിയ പോർഷന്റെ ലെങ്ത് ആണ് അവിടെ DL എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ആ DL-ലൂടെ ഒരു കറണ്ട്, ആ ചെറിയ പോർഷനിലൂടെ ഒരു ചെറിയൊരു കറണ്ട് ഒഴുകുന്നു, I എന്ന് പറയുന്നൊരു കറണ്ട് ഒഴുകുന്നു എങ്കിൽ ആ ചെറിയ എലമെന്റ് മൂലം P എന്ന് പറയുന്ന ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്, അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ബയോട്ട് സവാർട്ട്സ് ലോ ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ ചെറിയ എലമെന്റ് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ dB എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു.
that dB is directly proportional to I into dl ആയിരിക്കും, current element ആയിരിക്കും, and that dB proportional to sine of the angle theta between that point and the current element ആയിരിക്കും. Okay, the line joining the point and the current element ആയിരിക്കും. So dB proportional to I dl sin theta എന്ന് പറയാം. അതേപോലെ dB is inversely proportional to square of the distance between that point P and this current element I dl ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? dB proportional to I dl sin theta, dB proportional to 1 by r square, രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ dB proportional to I dl sin theta by r square എന്ന് വരും. പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ തന്നിരിക്കുന്ന പോലെ dB is equal to mu 0 by 4 pi into I dl sin theta by r square എന്ന് കിട്ടുന്നു. അതിൽ mu 0 നമ്മൾ എന്തെന്ന് പറയാം? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ്. SI യൂണിറ്റിൽ mu 0യുടെ വാല്യൂ 4 pi into 10⁻⁻⁷ ഹെൻറി പെർ മീറ്റർ ആണ്. ഒരു ഹെൻറി പെർ മീറ്റർ എന്ന് പറയുന്നത് ഒരു ടെസ്ല മീറ്റർ ബൈ ആംബിയർ എന്ന് പറയാം. ദാറ്റ് ഈസ് 1 വെബർ പെർ ആംബിയർ മീറ്റർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ ആംബിയർ സ്ക്വയർ എന്ന് പറയാം, അല്ലെങ്കിൽ 1 ന്യൂട്ടൺ സെക്കൻഡ് സ്ക്വയർ പെർ കൂളം സ്ക്വയർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ദ ഡയമെൻഷൻസ് ഓഫ് mu 0 എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് m l t raised to -2 a raised to -2 ആണ്. വാക്വത്തിൽ 1 by root of 1 by mu 0 epsilon 0 എന്ന് പറയുന്നത് 3 into 10⁸ meter per second കിട്ടും. സോ നമുക്ക് പറയാം c is equal to 1 by root of mu 0 epsilon 0 എന്ന് പറയാം. അടുത്തത് ബയോട്ട്-സവാർട്സ് ലോ ഇൻ വെക്റ്റർ ഫോം എന്ന് പറയുന്നത് dB is equal to mu 0 by 4 pi into I into dl cross r divided by r cube എന്നാണ്. അടുത്തത് ദ ഡയറക്ഷൻ ഓഫ് dB എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഡിറ്റർമൈൻഡ് ബൈ dl ആൻഡ് r ആണ്. ദാറ്റ് ഈസ് പ്ലെയിൻ ഓഫ് ദി പേജ് ആണ്. ഇൻ ദ ഫിഗർ നമ്മൾ നേരത്തെ കാണിച്ച ഫിഗർ അനുസരിച്ച് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡയറക്ഷൻ ഓഫ് dB എന്ന് പറയുന്നത് ഇൻ ടു ദ പേജ് ആണ്. ഫോർ നമ്മൾ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂളാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ പറയാം, ഒന്നെങ്കിൽ ഈ പ്ലെയിനിന് അകത്തേക്ക്, അപ്പോൾ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും, അല്ലെങ്കിൽ ആ പ്ലെയിനിന് അകത്തേക്ക് ഇൻ ടു ദ പ്ലെയിൻ, അല്ലെങ്കിൽ ആ പ്ലെയിനിൽ നിന്ന് പുറത്തേക്ക് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ ഡയറക്ഷനെ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഫോർ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ഓർ തീറ്റ ഈക്വൽ ടു പൈ 180 ഡിഗ്രി സൈൻ തീറ്റയുടെ വാല്യൂ 0 എന്ന് വരും. ഓർത്തിരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം ഇതാണ്, ദ ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ലൈൻ ഓഫ് ദ വയർ, ആ വയറിന്റെ അതേ ഡയറക്ഷനിൽ, അതേ ലൈനിൽ വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ചോദിച്ചാൽ അതിന്റെ വാല്യൂ 0 ആണ്. അടുത്ത പോയിന്റ് നോക്കാം. ദ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബി ഡ്യൂ ടു എ സ്ട്രെയിറ്റ് വയർ ഓഫ് ഫൈനൈറ്റ് ലെങ്ത്, ഒരു ഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു കറണ്ട് ക്യാരിയിങ് വയർ, അതിൽ ക്യാരി ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ I ആണ് എങ്കിൽ അതിൽ നിന്നും d ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് B is equal to mu 0 by 4 pi into I by d into sin phi1 plus sin phi2. ഓക്കെ, അതിൽ sin phi1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് വയർ കൺസിഡർ ചെയ്യുക, ആ വയറിൽ നിന്നും d ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് ആണ് P. ഓക്കെ, ഈ രണ്ട് അപ്പർ എൻഡും ലോവർ എൻഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതാണ് phi1 ആൻഡ് phi2 എന്ന് പറയുന്നത്. കറണ്ട് I ഇങ്ങനെയാണ്. അപ്പോൾ കറണ്ട് അങ്ങോട്ട് ഒഴുകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇക്വേഷൻ. സോ phi1 ആൻഡ് phi2 ആർ ദ ആംഗിൾസ് മെയ്ഡ് ബൈ അപ്പർ and lower ends of the wire with the perpendicular distance d at the point of observation. ഇനി വയർ ഇൻഫിനിറ്റ്ലി ലോങ് ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വരച്ച ഫിഗറിൽ phi1 ആൻഡ് phi2 എന്ന് പറയുന്നത് 90 ഡിഗ്രി വരും. ആ സമയത്ത് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിൽ mu 0 by 4 pi into 2I by d എന്ന് പറയാം. ഒറിജിനലി അതെന്താണ് mu 0 by 2 pi into I by d എന്നാണ്. ഓക്കെ, അത് ആംബിയേഴ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് നമ്മൾ പറയുന്നത്. അത് പറയുന്ന മറ്റൊരു പേരാണ് മാക്സ്വെൽസ് കോർക്ക് സ്ക്രൂ റൂൾ എന്ന് പറയും. എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു നോ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോഴുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അക്കോർഡിംഗ് ടു റൈറ്റ് ഹാൻഡ് റൂൾ, ഇഫ് യു സ്ട്രെച്ച് ഔട്ട്
the palm of our right hand in such a way that thumb and fingers are mutually perpendicular in the perpendicular direction and thumb points in the direction of current. ഓക്കെ, അതായത് ഇപ്പം ഇങ്ങനെയാണ് ഞാൻ കണ്ടക്ടറിനെ വെച്ചിരിക്കുന്നതെങ്കിൽ തമ്പ് എന്ത് കാണിക്കുന്നു, ഡയറക്ഷൻ ഓഫ് കറണ്ടിനെ കാണിക്കുന്നുവെങ്കിൽ പിന്നെ നമ്മുടെ പോയിന്റ്, അതായത് ഇവിടെ നിന്നും ഈ ഒരു പോയിന്റിലാണ് എന്ത് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആ പോയിന്റ് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ള വിരലുകൾ എങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ പാമിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഔട്ട്വേർഡ് ആയിട്ട് ഞാനൊരു ലൈൻ വരച്ചാൽ, പാമിന് പെർപെൻഡിക്കുലർ ഔട്ട്വേർഡ് ആയിട്ട് കണ്ടോ, പാമിന് പെർപെൻഡിക്കുലർ ഔട്ട്വേർഡ് ആയിട്ട് ലൈൻ വരച്ചാൽ ആ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കണ്ടക്ടറിനെ ഞാൻ വരയ്ക്കുന്നു, ആ കണ്ടക്ടറിലേക്ക് I എന്ന് പറയുന്ന ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നും ഒരു പോയിന്റ് P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ തമ്പ് ഞാൻ ഇങ്ങനെ വരച്ചു, പോയിന്റ് P വരച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻടു ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇൻടു ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ എന്ന് നമ്മൾ അടയാളപ്പെടുത്തിയത്. ഇത് വേറൊരു രീതി നമുക്ക് പറയാം, കോർക്ക് സ്ക്രൂ റൂൾ ആയിട്ട് പറയാം, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്നൊക്കെ പറയാം. അതായത് കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ ഞാൻ തമ്പിന് വെച്ചു എങ്കിൽ ഞാൻ എൻ്റെ കേൾഡ് ഫിംഗേഴ്സ് എങ്ങോട്ടാണ് വെക്കുന്നത്, ആ കേൾഡ് ഫിംഗേഴ്സ് പോകുന്ന ഡയറക്ഷൻ കണ്ടോ ഇൻടു ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്ത പോയിന്റ്, the magnetic induction is constant at all points equidistant from the conductor. അതായത് കണ്ടക്ടറിൽ നിന്നും ഒരേ ഡിസ്റ്റൻസ് അകലെയുള്ള എല്ലാ പോയിന്റ്സിലും മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് ഈ പോയിന്റ് പറയുന്നത്. അടുത്തത്, the intensity of magnetic induction at the center of separation of two straight conductors carrying equal currents in the same direction is 0 ആയിരിക്കും. എന്ന് പറഞ്ഞ അർത്ഥം ഇതാണ്, ഒരു രണ്ട് കണ്ടക്ടേഴ്സ് പാരലൽ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു, അവ ഒരേ ഡയറക്ഷനിൽ കറണ്ടിനെ ക്യാരി ചെയ്യുന്നെങ്കിൽ ഈ സെന്ററിൽ, ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസിന്റെ സെന്ററിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി ഇവ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ടിനെ ക്യാരി ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ആ സമയത്ത് സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുന്ന B1 പ്ലസ്, അതായത് ഇൻഡിവിജ്വൽ കണ്ടക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡുകളുടെ സമ്മേഷൻ ആയിരിക്കും. B is equal to B1 plus B2 എന്ന് പറയാം. ദാറ്റ് ഈസ് 2 ടൈംസ് μ0/2π into I/d എന്ന് നമുക്ക് പറയാവുന്നതാണ്. അടുത്തൊരു പോയിന്റ് നോക്കാം. When two straight parallel conductors are carrying currents I1 and I2 such that I1 is less than I2. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് അനുസരിച്ചാണെങ്കിൽ I1 equal to I2 equal to I ആണ്. പക്ഷെ ഇവിടെ എന്താണ്, I1 എന്ന് പറയുന്നത് less than I2 ആണ്. In same direction and are separated by a distance d. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ സെയിം കേസ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് I1 എന്ന് പറയുന്ന ഒരു കറണ്ട് ക്യാരി ചെയ്യുന്നു, ഇത് I2 എന്ന് പറയുന്ന ഒരു കറണ്ട് ക്യാരി ചെയ്യുന്നു. I1 is less than I2 ആണ്. ഓക്കെ, എങ്കിൽ then the distance x from the conductor carrying I1, ഈ I1 എന്ന് പറയുന്ന കണ്ടക്ടറിൽ നിന്നും ഉള്ള ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് x at which the net magnetic induction is 0. അതായത് ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ 0 ആണെങ്കിൽ ഈ I1 എന്ന് പറയുന്ന കണ്ടക്ടറിൽ നിന്നുമുള്ള ആ ദൂരം, മാഗ്നറ്റിക് ഫീൽഡ് 0 ആവുന്ന ആ ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ആ തന്നിരിക്കുന്നത്. എന്താണ്, x is equal to ടോട്ടൽ ഡിസ്റ്റൻസ്, ഇതിനിടയ്ക്കുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് d ആണ് എങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ലാർജർ കറണ്ട് ബൈ സ്മോളർ കറണ്ട് പ്ലസ് 1. ദാറ്റ് ഈസ് x is equal to എന്ത് പറയാം, d divided by I2 by I1 പ്ലസ് 1 ആണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ക്യാരിയിങ് കോയിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ബി ആക്സിസ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ μ0/4π into 2π NI r² divided by r² plus x² the whole raised to 3/2 എന്നാണ്. ഈ സംഭവം നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ ദാറ്റ് ഈസ് ബി ആക്സിയൽ ഈസ് ഈക്വൽ ടു μ0/2 into NI r² divided by r² plus x² the whole raised to 3/2 എന്ന് പറയാം. ഇതിൽ r എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ കോയിലിന്റെ റേഡിയസ് ആണ്. x എന്ന് പറയുന്നത് അതിന്റെ സെന്ററിൽ നിന്നും ആക്സിയൽ ലൈനിലേക്കുള്ള
ചെയ്തിട്ടുള്ള ആ പോയിന്റിലേക്കുള്ള, അതായത് എവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിലേക്കുള്ള ദൂരമാണ് n എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിലാണ്. I എന്ന് പറയുന്നത് ആ കോയിലൂടെ ഒഴുകുന്ന കറണ്ട് ആണ്. എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് കോയിൽ ആണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ 0 വരും. നേരത്തെ വാല്യൂയിൽ നമ്മൾ എക്സിന്റെ വാല്യൂ 0 ഇടുമ്പോൾ ബി സെന്റർ ഈസ് ഈക്വൽ നമുക്ക് എത്ര കിട്ടും? μ0/2 ഇൻറ്റു NI ഡിവൈഡഡ് ബൈ R എന്ന് പറയാം. ഇനി എക്സിന്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ കോയിലിന്റെ റേഡിയസിനേക്കാൾ വളരെ 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 വലുതാണ്. എക്സ് ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ R ആണെന്നുണ്ടെങ്കിൽ ബിയുടെ വാല്യൂ μ0/2 ഇൻറ്റു NI R²/x³ എന്ന് പറയാം. which is equal to μ0 NI pi R² by താഴെ 2π, അതായത് ഞാൻ മുകളിലും താഴെ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2π into x³ എന്ന് പറയാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? μ0/2π into NIA/x³ എന്ന് പറയാം. which is equal to NIA എന്ന് പറഞ്ഞാൽ എന്താണ്? N into I into A എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്. സോ ദാറ്റ് ഈസ് MC, ആ കോയിലിന്റെ ഡൈപോൾ മൊമെന്റ് MC ഡിവൈഡഡ് ബൈ, അപ്പം μ0 into MC ഡിവൈഡഡ് ബൈ 2π x³. ഇങ്ങനെ ഒരേ ഇക്വേഷൻസിന് തന്നെ വേരിയേഷൻസ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ NIA എന്താണെന്ന് നമ്മൾ പറഞ്ഞു. NIA എന്ന് പറഞ്ഞാൽ MC ആണ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദി കറണ്ട് ക്യാരിയിങ് കോയിൽ. Thus a current carrying coil of area of cross section capital A and number of turns N carrying a current I can be regarded as a magnetic dipole of magnetic moment NIA. അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കോയിലിനെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എയും നമ്പർ ഓഫ് ടേൺസ് എന്നും അത് ക്യാരി ചെയ്യുന്ന കറണ്ട് ഐയുമാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു കറണ്ട് ക്യാരിയിങ് കോയിലിനെ എന്തായിട്ട് അസ്യൂം ചെയ്യാം? ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് അസ്യൂം ചെയ്യാം. ആ മാഗ്നറ്റിക് ഡൈപോളിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കാണുന്ന ഇക്വേഷൻ ആണ് MC = NIA. അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ പാർട്ട് ഓഫ് സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് സബ്ടെൻഡിങ് ആൻ ആംഗിൾ ഫൈ അറ്റ് ദ സെന്റർ ഈസ്. അതായത് നമ്മൾ നേരത്തെ കണ്ട ഫുൾ സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പിന് പകരം ആ സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പിന്റെ ഏതെങ്കിലും ഒരു പാർട്ട്, ഒരു ആർക്ക്, ഓക്കെ, അത് ഇറ്റ് മേക്സ് ആൻ ആംഗിൾ ഫൈ അറ്റ് ദ സെന്റർ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ബി കാണുന്ന ഇക്വേഷൻ ആണ് μ0/4π ഇൻറ്റു I/R ഇൻറ്റു ഫൈ എന്ന് പറയുന്നത്. ആ ഫൈ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? റേഡിയലിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഡ്യൂ ടു ഹാഫ് സർക്കുലർ ലൂപ്പ് ആണെങ്കിൽ, ഹാഫ് സർക്കുലർ ലൂപ്പ് വരുമ്പോൾ പ്രത്യേകം എന്താണ്? ആ പൈയുടെ വാല്യൂ എന്ന്, അതായത് ഫൈയുടെ വാല്യൂ എന്ന് പറയുന്നത് പൈ ആയിട്ട് വരും അല്ലേ? ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും μ0/4 ഇൻറ്റു I/R എന്ന് ലഭിക്കും. അപ്പോൾ ഫുൾ സർക്കിളിൻ്റെ μ0/2 ഇൻറ്റു I/R ആണ്, അതിന്റെ പകുതി കാല്. അപ്പം μ0/4 ഇൻറ്റു I/R എന്ന് നമുക്ക് ലഭിക്കും. ഇനി ഇതേ കോയിൽസിനെ നമ്മൾ സീരീസ് ആൻഡ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, സീരീസ് കണക്ഷൻ ഓഫ് സർക്കുലർ കോയിൽസ് ആൻഡ് പാരലൽ കണക്ഷൻ ഓഫ് സർക്കുലർ കോയിൽ എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ കൺസിഡർ ദ കേസ് ഓഫ് 2 ഐഡന്റിക്കൽ കോയിൽസ് വിത്ത് റേഡിയസസ് R1 ആൻഡ് R2 connected in series. എങ്കിൽ if B1 and B2 be the magnetic induction at their centers respectively, B1 ഉം B2 എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്ന് വിചാരിക്കുക. എങ്കിൽ B1 = നമുക്ക് എന്ത് പറയാം? μ0/2 ഇൻറ്റു NI/R1 എന്ന് പറയാം. അതേപോലെ B2 എന്ന് പറയുന്നത് എങ്ങനെ പറയാം? μ0/2 ഇൻറ്റു NI/R2 എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മൾ കറണ്ട് സെയിം ആണ് എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ കറണ്ട് റിമൈൻസ് സെയിം, കാരണം SCC എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ? സീരീസിൽ എന്താണ്? കറണ്ട് എന്ന് പറയുന്ന സാധനം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? B1/B2 ഈസ് ഈക്വൽ ടു R2/R1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇനി അതിന് പകരം നമുക്ക് ഇവയെ നമ്മൾ പാരലലായിട്ടാണ് കണക്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. പാരലലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് B1/B2 എന്ന് പറയുന്നത് R2/R1 ദ ഹോൾ സ്ക്വയർ എന്നായിരിക്കും വരുന്നത്. കാരണം എന്താ? അവിടെ കറണ്ട് കോൺസ്റ്റന്റ് അല്ല, അപ്പം വോൾട്ടേജ് ആണ് കോൺസ്റ്റന്റ്. സോ റെസിസ്റ്റൻസിന്റെ ടേമുകൾ കൺസിഡർ ചെയ്യുമ്പോൾ B1/B2 = R2/R1 ദ ഹോൾ സ്ക്വയർ എന്ന റിലേഷനിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. അടുത്ത പോയിന്റിലേക്ക് പോകാം. The magnetic induction along the axis of a long current carrying solenoid
അറ്റ് ദ സെന്റർ പാർട്ട്. അതായത് ഒരു സോളിനോയിഡിനെ കൺസിഡർ ചെയ്യുക. ആ സോളിനോയിഡിന്റെ സെന്റർ പാർട്ടിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഈസ് ഈക്വൽ എന്താണ്? mu0 ഇൻറ്റു n/l ഇൻറ്റു i എന്നാണ്. ദാറ്റ് ഈസ് mu0 ഇൻറ്റു ni എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. വേർ സ്മോൾ n ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. വേർ i ഈസ് ഈക്വൽ ടു കറന്റ് ഫ്ലോയിങ് ത്രൂ ദ സോളിനോയിഡ് ആൻഡ് n ഈസ് ദ നമ്പർ പറഞ്ഞല്ലോ n ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഇനി ഈ സോളിനോയിഡിന്റെ ഏതെങ്കിലും ഒരു എൻഡിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ നേരെ പകുതി എടുത്തേച്ചാൽ മതി. അപ്പോൾ ആൻസർ എന്ത് വരും? mu0 ni/2 എന്ന് വരും. ദാറ്റ് ഈസ് mu0 ni/2 എന്ന് നമുക്ക് പറയാം. ഇഫ് ദ സോളിനോയിഡ് ഈസ് സഫീഷ്യൻ്റ്ലി ലോങ്, സോളിനോയിഡ് എന്ന് പറയുന്നത് ആവശ്യത്തിന് നീളമുള്ള ഒരു വസ്തുവാണെന്ന് വിചാരിക്കുക എങ്കിൽ ഇതിന്റെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി യൂണിഫോം. അതെന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും എക്സെപ്റ്റ് അറ്റ് ദ എൻഡ്സ്. എൻഡുകളിൽ മാത്രം അതെന്തല്ല? യൂണിഫോം അല്ല. ഇനി മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ കറന്റ് ക്യാരിയിങ് സോളിനോയിഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ലെങ്ത് ആൻഡ് ഇറ്റ്സ് ക്രോസ് സെക്ഷണൽ ഏരിയ. അതായത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ലെങ്തിനെയോ അല്ലെങ്കിൽ അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ദ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറ്റ് ദ എൻഡ്സ് ഓഫ് എ വെരി ലോങ് സോളിനോയിഡ് കറന്റ് ക്യാരിയിങ് സോളിനോയിഡ് ഈസ് ഹാഫ് ഓഫ് ദാറ്റ് അറ്റ് ദ സെന്റർ. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഏതെങ്കിലും എൻഡിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണാനാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ നേരെ പകുതി ആയിരിക്കും ഏതെങ്കിലും എൻഡ്സിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലൂടെ സഞ്ചരിക്കുന്നു എന്ന് കരുതുക എങ്കിൽ when a charged particle moves in a uniform magnetic field it experiences a force which is called Lorentz force. അപ്പോൾ ലോറൻസ് ഫോഴ്സ് കാണാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ പറയുന്നത്. When a test charge Q moves in a magnetic field of induction capital B with a velocity v, then it experiences a sideway deflecting force. അതിനെന്ത് സംഭവിക്കും? ഒരു സൈഡ്വേസ് ആയിട്ട് ഒരു ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അത് കാണാനുള്ള ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. F is equal to Q into V cross B, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക? F is equal to Q VB sin theta. അപ്പോൾ F is equal to Q into V cross B എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? Q VB sin theta എന്ന് റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. Where F is always perpendicular to V and B. കണ്ട, ഇത് ക്രോസ് പ്രൊഡക്റ്റ് അല്ലേ? അപ്പം വിക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നത്? ഈ സൈഡ്വേസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. എങ്കിൽ ശ്രദ്ധിച്ചേ, ഇപ്പൊ ചാർജ് ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്നില്ല, പകരം അത് റെസ്റ്റിലാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ വിയുടെ വാല്യൂ 0 ആണ് എങ്കിൽ ഇറ്റ് വിൽ നോട്ട് എക്സ്പീരിയൻസ് എനി സൈഡ്വേസ് ഫോഴ്സ്. അപ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾ റെസ്റ്റിലാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഫോഴ്സും ആക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് പാർട്ടിക്കിൾ എന്ത് ചെയ്യും? റെസ്റ്റിൽ തന്നെ തുടരുന്നതായിരിക്കും. അടുത്തത്, ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ വെലോസിറ്റി എന്താണ്? വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആണ്. അപ്പോൾ തീറ്റയുടെ വാല്യൂ എന്ത് വരും? ഇവിടെ തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി വരും. 0 ഡിഗ്രി വന്നാൽ ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ആ സമയത്തും ഇറ്റ് വിൽ നോട്ട് എക്സ്പീരിയൻസ് എനി ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക? ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ്, theta equal to 0 degree ആണ്, no force acts on it. Thus a charged particle initially moving parallel to the magnetic field will continue to move with the initial constant speed on parallel path. അതിന് ഇനിഷ്യലി ഉണ്ടായിരുന്ന വെലോസിറ്റി എന്താണോ അതേ സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്, ശ്രദ്ധിക്കുക, ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇത് എൻ്റർ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ആ സമയത്ത് മാക്സിമം 90 ഡിഗ്രി വരും അല്ലെ? ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി വരും. അപ്പോൾ ഇറ്റ് എക്സ്പീരിയൻസസ് മാക്സിമം ഫോഴ്സ്. അപ്പോൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുന്ന സമയത്താണ് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് അനുഭവിക്കുന്നത്? മാക്സിമം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആണ്.
ശ്രദ്ധിക്കുക, ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് 1, 2, 3. ആ 1 എന്ന് പറയുന്നത് ഒരു ചാർജർ പാർട്ടിക്കിളാണ്, 2, 3 അവയും ഒരു ചാർജർ പാർട്ടിക്കിളാണ്. അപ്പോൾ ഒന്നാമത്തെ ചാർജർ പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നു, രണ്ടാമത്തെ ചാർജർ പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നു, മൂന്നാമത്തെ ചാർജർ പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നു, നാലാമത്തെ ചാർജർ പാർട്ടിക്കിൾ അവിടെ ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുന്നു. ആ സമയത്തിന് അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഫിഗർ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ ഫിഗർ പ്രകാരം വെലോസിറ്റി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ലോറൻസ് ഫോഴ്സ് ആയ F = QVB sin θയിൽ മാക്സിമം ഫോഴ്സ് ആയിരിക്കും ആ ചാർജർ പാർട്ടിക്കിളിൽ അനുഭവപ്പെടുന്നത്. സോ F = എന്തായിരിക്കും? QVB ആയിരിക്കും. ഇനി ഇറ്റ് ഈസ് ഡയറക്റ്റഡ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് V ക്രോസ് B, അതായത് V ക്രോസ് ബിയുടെ ഡയറക്ഷനിൽ അതേ ഡയറക്ഷനിലായിരിക്കും ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ഫിഗർ അനുസരിച്ച് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ, അതായത് നേരത്തെ ഫിഗറിൽ 1 എന്ന് നമ്മൾ കാണിച്ചത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. ആ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിന് ഫോഴ്സ് എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് കയറുമ്പോൾ അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ, അതാണ് മൂന്നാമത്തെ, നേരത്തെ ഫിഗറിലെ 3 എന്ന് കാണിച്ചത് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. അത് മാഗ്നറ്റിക് ഫീൽഡിന്, അതായത് ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഒരു ഡൗൺവേർഡ് ഫോഴ്സ് ആയിരിക്കും അതിൽ ആക്ട് ചെയ്യുന്നത്. രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ഒരു ന്യൂട്രൽ ചാർജ് ആണ്, ചാർജ് ഇല്ലാത്ത ഒരു പാർട്ടിക്കിൾ ആണ്. സോ അത് മാഗ്നറ്റിക് ഫീൽഡിന് പ്രത്യേകിച്ച് ഡിഫ്ലക്ഷൻ ഒന്നുമില്ലാതെ സഞ്ചരിച്ച് പോവുകയും ചെയ്യും. ഓക്കെ, എങ്കിൽ നാലാമത്തെ പാർട്ടിക്കിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ അതിനകത്ത് നാലാമത്തെ പാർട്ടിക്കിളിന്റെ പാത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അതിനനുഭവപ്പെടുന്ന അപ്വേർഡ് ഫോഴ്സ് ആണ്, അതുകൊണ്ടാണ് താഴേക്ക് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഡയറക്ഷൻ റിവേഴ്സ് ആണ്. സോ ഇറ്റ് മസ്റ്റ് ബി എ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾ. ഇവിടുന്ന് സഞ്ചരിക്കുന്ന നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിളിന് മുകളിൽ നിന്ന് ഫോഴ്സ് എന്ന് പറയുന്നത് ഡൗൺവേർഡ്സ് ആണ്, അവിടുന്ന് വരുമ്പോൾ മുകളിൽ നിന്നാണ് ഫോഴ്സ്. ഓക്കെ, അപ്പം അതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. സിൻസ് the force is perpendicular to velocity vector v, ഫോഴ്സ് എന്ന് പറയുന്നത് വെലോസിറ്റി വെക്ടറിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് എപ്പോൾ when the particle enters a magnetic field at right angles, അതായത് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുമ്പോഴുള്ള കേസാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത്. ഓർത്ത് വെക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്താൽ അതെന്ത് ചെയ്യും? ഒരു സർക്കുലർ പാത്തിലൂടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫോർ ദ ഫീൽഡ് ബി ഷോൺ ഇൻ ദ അഡ്ജോയിനിങ് ഫിഗർ അപ്വേർഡ്സ് ഔട്ട് ഓഫ് ദി പേജ് ആണെങ്കിൽ എ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് ഇൻ. ശ്രദ്ധിക്കുക, ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് മൂവ്സ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് പാത്ത്. എന്താണത്? അതായത് ക്ലോക്ക് വൈസിന് നേരെ ഓപ്പോസിറ്റ് ആന്റി ക്ലോക്ക് വൈസ് പാത്തിലായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. അതേസമയം അതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ ഇറ്റ് മൂവ്സ് ഇൻ എ ക്ലോക്ക് വൈസ് പാത്ത്. അപ്പം നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് മൂവ്സ് ഇൻ എ ക്ലോക്ക് വൈസ് പാത്ത്. ഇനി ഫോഴ്സ് ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഒരു സർക്കുലർ മോഷനിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അത് കാണുന്ന ഇക്വേഷൻ mv²/r ആണ്. ഇവിടെ ആ സെൻട്രിപീറ്റൽ മോഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ലോറൻസ് ഫോഴ്സ് ആണ്. സോ ഇറ്റ് ഈസ് Q × V × B ആണ്. ഈ രണ്ട് ഇക്വേഷൻ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ഡിറൈവ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അടുത്ത സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ +1 +2 ക്ലാസ്സുകളിലെ വീഡിയോ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.